ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്സ് ഫുട്ബോൾ. അങ്ങനെ നമ്മുടെ എല്ലാം ഉറക്കം കളയുന്നതും മനസമാധാനം കളയുന്നതുമായ പ്രീമിയർ ലീഗ് ഈസ് ബാക്ക്. വെറും ബാക്ക് എന്ന് പറഞ്ഞാൽ പോരാ, ഫസ്റ്റ് ഗെയിം ലിവർപൂൾ വേഴ്സസ് ബോൺമത്ത്. വാട്ട് എ ഗെയിം! എന്താ, പ്രീമിയർ ലീഗിൻ്റെ എല്ലാ ഡ്രാമയും ഉള്ള ഒരു ഗെയിമായിരുന്നു. ഗെയിമിനെ പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഡിയോഗോ ജോട്ട അവരുടെ ഫോറവർ 20ക്ക് കൊടുത്ത ആ ഒരു ക്ലാസ് ട്രിബ്യൂട്ടിനെ പറ്റി ഒന്ന് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ക്ലാസ് ട്രിബ്യൂട്ടായിരുന്നു. പറയുന്ന വീഡിയോ ആയാലും 20th മിനിറ്റിലെ ആ ഒരു ചിയറപ്പായാലും ഗോൾ സെലിബ്രേഷൻ ആയാലും എല്ലാം ഡിയോഗോ ജോട്ടയെ ട്രിബ്യൂട്ട് കൊടുക്കുന്ന രീതിയിൽ 20 എന്ന് പറഞ്ഞു. ഇറ്റ് വാസ് വെരി ക്ലാസ് ആക്ട് ബൈ ലിവർപൂൾ, ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്ക് കിടക്കാം. ഗെയിമിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് രണ്ടുപേരും നന്നായിട്ടാണ് കളിച്ചത്. അതിപ്പം ബോൺമത്ത് ആയാലും ശരി, ലിവർപൂൾ ആയാലും ശരി, രണ്ട് ടീമും നന്നായിട്ടാണ് കളിച്ചത്. ലിവർപൂളിൻ്റെ പുതിയ സൈനിങ്സ് എല്ലാവരും ഉണ്ടായിരുന്നു അവരുടെ ടീം ഷീറ്റിൽ. അതിപ്പോൾ എക്കിറ്റിക്കി ആയാലും ശരി, വേർഡ്സ് ആയാലും ശരി, ഫ്രിംപോങ് ആയാലും ശരി, കേക്കേഴ്സ്, അത് ബോൺമത്തിൽ നിന്ന് വന്ന കേക്കേഴ്സും ലെഫ്റ്റ് ബാക്കിൽ കളിക്കുന്നുണ്ടായിരുന്നു. സോ അവരുടെ എല്ലാ പുതിയ സൈനിങ്ങും ഫസ്റ്റ് ടീം സ്ക്വാഡിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല എക്കിറ്റേക്കൊക്കെ ഫസ്റ്റ് ഗോൾ തന്നെ അടിക്കാൻ. ചെറിയൊരു റിക്കഷൈഡിൽ നിന്ന് ബോൾ കിട്ടുന്നു, ലിറ്റിൽ ലക്കി. പക്ഷേ എന്നാൽ പോലും ഫിനിഷിങ്ങിൽ യാതൊരു ലക്കും പുള്ളിക്ക് വേണ്ടി വന്നില്ല. കിടിലം ഫിനിഷ്. അത് കേട്ടാൽ ഫസ്റ്റ് ഹാഫ് അങ്ങനെ 1-0 എന്ന നിലയിൽ തീരുകയാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരൊറ്റ ഗോളേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പം എക്കിറ്റിക്ക ഗ്യാക്പോയ്ക്ക് ഒരു ഈസി അസിസ്റ്റ് കൊടുക്കുന്നു. അസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പാസ്സാണ്. ആ പാസ് ബാക്കി എല്ലാം ചെയ്ത് ഗ്യാക്പോ ആണ്. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വന്ന് കോർണറിലേക്ക് ഒരു ഷൂട്ട്. അങ്ങനെ 2-0 എന്നുള്ള കംഫർട്ടബിൾ ലീഡിലേക്ക് ലിവർപൂൾ അങ്ങ് കിടക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ വന്നപ്പം ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു ലിവർപൂളിൻ്റെ. ആ സെക്കൻഡ് ഗോൾ അടിക്കുന്നവരേക്കും ബോൺമത്തിന് അധികം ചാൻസ് ഒന്നും കിട്ടിയേയില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ പിന്നെയും ബോൺമത്തിന് ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലാണ് 2 ഇൻസിഡൻറ്റ് നടക്കുന്ന. ഒരു ഹാൻഡ് ബോൾ ഇൻസിഡൻറ്റ്, ബോൾ ഇങ്ങനെ പിടിക്കാനുള്ളൊരു ഒരു 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 അറ്റംപ്റ്റ് ബൈ പ്ലെയർ, റെഡ് കാർഡാണോ അല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ സെമന്യോയ്ക്കെതിരെ ഒരു റേഷ്യൽ അബ്യൂസ് വരുന്നു, അതുകൊണ്ട് ഗെയിം സ്റ്റോപ്പ് ചെയ്യുന്നു 30ാമത്തെ മിനിറ്റ്. അങ്ങനെ കുറേ ഇൻസിഡൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡോമിനേഷൻ. ആ സെക്കൻഡ് ഗോൾ ഗ്യാക്പോ അടിക്കുന്നവരേക്കും അവിടെ വെച്ചിട്ടാണ് ഗെയിം എങ്ങനെ സ്വിച്ച് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനാലിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കേഴ്സിനെയും നമ്മുടെ ഫ്രിംപോങ്ങിനെയും വളരെ ഏർലി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കേക്കേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. കേക്കേഴ്സിന് ഒരു യെല്ലോ കാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ കേക്കേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ കേക്കേഴ്സിനെയും ഈ ഫ്രിംപോങ്ങിനെയും രണ്ടുപേരെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് റോബർട്ട്സനെയും എൻഡോനെയും. അങ്ങനെ ആയപ്പോഴത്തേക്ക് എന്താ പറയുക, റൈറ്റ് ഹാൻഡ് സൈഡ് വീക്കായി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയായിരുന്നു കൂടുതൽ അറ്റാക്ക് പിന്നെ വന്നുകൊണ്ടിരുന്നത് ബോൺമത്തിൻ്റെ സൈഡിൽ നിന്ന്. പക്ഷേ ഗോൾ വന്നത് അവിടെ നിന്നാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സെമന്യോയുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഒരു ക്രോസ് വരുന്നു. ക്രോസ് വന്നു കഴിഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്യുന്നു സെമന്യോ. അങ്ങനെ ഫസ്റ്റ് ഗോൾ വന്നു കഴിഞ്ഞിട്ട്, അതായത് ഈ 2 സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ടാണ് ആ ഫസ്റ്റ് ഗോൾ വരുന്നത്. സോ അവിടെ ഒരു അത്രയ്ക്കൊരു ഏർലി സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഗെയിമിൽ കൊനാറ്റെ ഇച്ചിരി വീക്കെന്നല്ല, എന്താ പറയുക, ബാക്കിയുള്ള ലിവർപൂൾ പ്ലെയേഴ്സ് എങ്ങനെ ചാമ്പ്യന്മാരെ പോലെ കളിക്കുന്നു അതിന് ഒരു പട്ടി താഴെയായിരുന്നു ഇന്നത്തെ ഗെയിമിൽ കൊനാറ്റെ എന്ന് പറയേണ്ടത് തന്നെ വരും. എസ്പെഷ്യലി ആ സെക്കൻഡ് ഗോളിൽ സെമന്യോ സെക്കൻഡ് ഗോൾ, അപ്പോഴാണ് സെക്കൻഡ് ഗോൾ വരുന്നത്. ലിവർപൂൾ ഇപ്പം 2-1 എന്ന നിലയ്ക്കാണ്. സെക്കൻഡ് ഗോള് സെമന്യോ അവൻ്റെ ഹാഫിൽ നിന്ന്, ബോൺമത്ത് ഹാഫിൽ നിന്ന് ലിവർപൂളിൻ്റെ അറ്റാക്കിങ് ആ സൈഡിൽ വരെ എത്തിയിട്ട് സെമന്യോയുടെ ലെഫ്റ്റ് സൈഡിൽ 2 പ്ലെയേഴ്സ് വെയിറ്റിംഗ് ആണ് ബോൾ റിസീവ് ചെയ്യാൻ. അത് കൊടുക്കാതെ കൊനാറ്റെ ഒന്ന് ഫൂൾ ചെയ്തിട്ട് കട്ട് ചെയ്ത് അടിക്കുന്നു. കൊനാറ്റെ ഒരു ചാലഞ്ച് പോലും സെമന്യോയിൽ കൊടുക്കുന്നില്ല. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ആ ഒരു
മൊത്തത്തിൽ കൊനാറ്റെ ഇന്ന് ഇച്ചിരി വീക്കായിരുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൊനാറ്റെ ആണെങ്കിൽ ഇടയ്ക്കൊരു ഇഞ്ചുറി ഒന്ന് വന്നിട്ടൊന്ന് വീഴുകയും ചെയ്താൽ, പക്ഷേ ആരും മൈൻഡ് ചെയ്തില്ല. ആരും ഇൻ ദ സെൻസ് ആർണെ സ്ലോട്ട് മൈൻഡ് ചെയ്തില്ല. നീ അവിടെ തന്നെ നിന്നാൽ മതി എന്നുള്ളൊരു സംഭവമായിരുന്നു. അങ്ങനെ കളി 2-2 എന്ന നിലയിലേക്ക് എത്തുന്നു. അപ്പോൾ പിന്നെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് എഗിറ്റിക്കയെ മാറ്റുന്നുണ്ട്. വേർഡ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഷീസനെ കൊണ്ടുവരണം. അപ്പം തേർഡ് ഗോള് വരുന്നത് 88th മിനിറ്റിലാണ്. അവിടെയാണ് അത്രയും നേരവും ഈ പറയുന്ന ബോൺമത്ത് സ്റ്റിൽ ഫൈറ്റിംഗ്, ബോൺമത്തും ലിവർപൂളും ദേ വർ സ്റ്റിൽ ഫൈറ്റിംഗ് ടു വിൻ ദ ഗെയിം. ആ ഒരു രീതിയിൽ ഇങ്ങനെ കളി നടന്നുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ലിവർപൂളിന് ഒരു ചാൻസ് കിട്ടുന്നത്. ഷേസയുടെ വക ഒരു പുവർ ക്ലിയറൻസ് ഫ്രം ബോൺമത്ത്. ഷേസ അത് ഒരു എന്താ പറയുക സെക്കൻഡ് ഗസ് അടിക്കാതെ ഒറ്റ ഒരു ബോളിൽ അത് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ 3-2 എന്ന നിലയിലേക്ക് വരുവാണ്. 88th മിനിറ്റിൽ കളി ഏതാണ്ട് തീരാറായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 6 മിനിറ്റ്സ് എക്സ്ട്രാ ടൈം കൂട്ടുന്നത്. അങ്ങനെ ഇരിക്കുമ്പം ലിവർപൂളിന് ഒരു കൗണ്ടർ അറ്റാക്കിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ബോൾ ബോൺമത്തിൻ്റെ ഹാഫിലേക്ക് വരുന്നു. ഡിഫൻഡറിനെ ഓവർടേക്ക് ചെയ്ത് ആ ബോൾ എടുത്തിട്ട് കട്ടിൻ ചെയ്തിട്ട് റൈറ്റ് ഫുട്ട് വെച്ച് ഗോൾ അടിക്കുന്നു സാല. ബ്രില്യൻ ഗോൾ. അങ്ങനെ 4 ഗോൾ തിരിച്ചല്ല അടിച്ചത്, 4 ഗോൾ ടോട്ടൽ. ബോൺമത്ത് 2. ബ്രില്യൻ ഗെയിം, ഒന്നും പറയാനില്ല. ഇങ്ങനെ വേണം പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ആവുക. പക്ഷേ ലിവർപൂൾ ഫാൻസിനൊക്കെ ഇത് ഇച്ചിരി ഒരു ടെൻഷൻ പിടിച്ച ഗെയിമായിപ്പോയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തായാലും ഒരു ഗ്രേറ്റ് അനൗൺസ്മെൻറ്റ് ടു ദ പ്രീമിയർ ലീഗ് എന്ന് തന്നെ പറയണം. അടിപൊളി ഗെയിമായിരുന്നു. കാണാത്തവർക്കൊരു മിസ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഒരു ന്യൂട്രൽ ഫാനിന് വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഗെയിം തന്നെയായിരുന്നു. ലിവർപൂൾ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യന്മാർ ഇപ്പോഴും അവരുടെ ഫസ്റ്റ് ഗെയിം കഴിഞ്ഞതോടെ എഗെയിൻ ടോപ്പ് ഓഫ് ദ ടേബിൾ വന്നിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ് ലിവർപൂൾ.